ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദ് നേരെ ദേവിയുടെ വീട്ടിലേക്ക് വരുവാണ്. ആനന്ദിനെ കാണുമ്പോൾ ഉദയഭാനു ആദ്യം ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. ദേവി പറഞ്ഞിട്ടുണ്ട് ആനന്ദേൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ തനിക്ക് അടിത്തരാനെങ്ങാനും വന്നതാണോ എന്ന് പേടിച്ചിട്ട് മോനെ ആനന്ദേന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുക കേട്ടോ. പേടിയുണ്ട്. അപ്പോൾ ആനന്ദ് പറയാണ്, ആഹാ ഞാൻ നേരത്തെ മുൻകൂട്ടി ഇങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യം വിളിച്ച് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്കിളിനെ? ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ. ഒരു ബുദ്ധിമുട്ടുമില്ല, മോൻ കയറി വാ. അപ്പോൾ കയ്യിലൊരു സഞ്ചി ഇരിപ്പുണ്ട്. എന്നിട്ട് ആനന്ദ് പറയാനുണ്ട്, അതെ അന്ന് വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് അങ്കിളിന് ചില കാര്യങ്ങൾ തരണമെന്നുണ്ടായിരുന്നു. അന്ന് അത് തരാൻ പറ്റിയില്ല. അത് ഞാൻ ഇന്ന് തന്നോട്ടെ. അയ്യോ എന്നെ തല്ലാൻ തന്നെയാണോ വന്നത് എന്ന് പേടിച്ച് നിൽക്കുക. അപ്പോൾ ആനന്ദ് വീണ്ടും പറയാനുണ്ട്, മറക്കാതെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ മോനെ എന്നെ ഒന്നും ചെയ്യല്ലേ, അങ്കിളിനെ ഷുഗറൊക്കെ ഉള്ളതാണ്, ആരോഗ്യം തീരെ ഇല്ല. അത് ശരി. അങ്ങനെ ആ ഒരു സഞ്ചിക്കകത്തുനിന്ന് ഒരു ആപ്പിൾ എടുത്ത് തിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേ ഈ ആപ്പിൾ കണ്ടോ, ഇതൊക്കെ ഉദയഭാനു ദേവമംഗലത്ത് പോയപ്പോൾ കൊണ്ടു കൊടുത്ത സാധനങ്ങളാട്ടോ. എല്ലാം തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആനന്ദ്. കഴിക്കാങ്കിളെ, ഇത് അങ്കിൾ കഴിക്കണം. ദിവസം ഒരെണ്ണം കഴിച്ചാലേ ഡോക്ടറെ കാണണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ആനന്ദ് വലിയ കാര്യത്തിൽ അവിടെ കയറി അങ്ങ് കാലുമേ കാലൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. അയ്യോ മോനേന്ന്, അങ്കിളിരിക്കെ. അങ്ങനെ അങ്കിളിനെ പിടിച്ച് അടുത്തിരുത്തുന്നുണ്ട്. അയ്യോ അങ്കിളുടെ വിഗ് അവിടെ? വിഗ് കാണാനില്ലല്ലോ. അങ്കിളെ വിഗൊക്കെ വയ്ക്കണ്ടേ? പിന്നെ തുമ്മിയപ്പോഴെങ്ങാനും തെറിച്ച് പോയതാണോ? പിന്നെ തുമ്മുമ്പോഴൊക്കെ വിഗ് തെറിച്ച് പോവും, അത് സൂക്ഷിക്കണ്ടേ? ലോകം അങ്ങോ ഇങ്ങോ ഒക്കെ ബിസിനസ്സുള്ള ഒരു ബിസിനസ് മാഗ്നറ്റ് അല്ലേ, അയാളുടെ ഒരു വിഗ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തുമ്മുമ്പോൾ തെറിച്ച് പോകുമെന്ന് വെച്ചാൽ അതൊരു നാണക്കേടല്ലേ. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഗർഭിണിയായ ഭാര്യ എന്തിയേ, എവിടെ ദേവി എന്തിയേ എന്നിങ്ങനെ എത്തിയും വലിഞ്ഞൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകല ഓടി വരുവാണ് കേട്ടോ. അയ്യോ ഇതാരാ, ആനന്ദ് മോനോ? ആൻറ്റി ദേവി എവിടെ? ദേവി ഇവിടെ ഇല്ലേ? ഉണ്ട്, ദേവി അകത്തുണ്ട്. എന്നാൽ പിന്നെ ഇങ്ങോട്ട് വിളിക്ക്. അപ്പോൾ ദേവി പതിയെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആനന്ദിനെ കാണുമ്പോൾ ദേവി ആകെ പേടിച്ച് വിറയ്ക്കാൻ കേട്ടോ. കള്ളത്തരം പറഞ്ഞും പോയി. ആനന്ദിൻ്റെ ഒരു ചിരിയും കളിയാക്കലും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ദേവിക്ക് ഏതാണ്ടൊക്കെ കാര്യം മനസ്സിലായി. പക്ഷേ ദേവി പതുക്കെ പേടിച്ച് മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേന് ആനന്ദ്, അയ്യോ ദേവി എന്തേ ഇങ്ങനെ? അങ്കിളെ ആൻറ്റി ദേവിക്ക് എന്ത് പറ്റി? അയ്യോ മുഖമൊക്കെ അങ്ങ് പേടിച്ചങ്ങ് ഇരിക്കണല്ലോ. എന്തിനാ നീ പേടിച്ച് വരച്ച് നിൽക്കുന്നത്? ദേവി നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെൻ്റ് അല്ലേ വന്നിരിക്കുന്നത്. നീ ഇങ്ങനെ നിൽക്കാവോ? സന്തോഷം നമുക്ക് മധുരം കഴിച്ച് ആഘോഷിക്കണ്ടേ എന്നും പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കാം. എന്നാ പിടിക്ക് ദേവി, ഇത് കഴിക്ക്. നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നീ എന്താ വാങ്ങാത്തതെന്ന്. ഇത് ഞാൻ പൊട്ടിച്ച് ഇത് നിൻ്റെ വായിലേക്ക് ഞാൻ വെച്ച് തരണം അല്ലേ? ആയിക്കോട്ടെ, ഞാനിത് മുറിച്ച് നിൻ്റെ വായിലേക്ക് തന്നെ വെച്ച് തരാം എന്നും പറഞ്ഞ് അതിന് ചോക്ലേറ്റ് എടുത്ത് നീട്ടുകയാണ് കേട്ടോ. പിന്നെ കഴിക്ക്, ഞാൻ നിനക്ക് തരുമല്ലേ, ഇതല്ലേ നിൻ്റെ ആഗ്രഹം, ഞാൻ തന്നെ തരണമെന്നുള്ളത്. വാതുർക്ക്, ഇത് വാങ്ങിച്ച് കഴിക്കുക ദേവി. എന്നാൽ പിന്നെ ആയിക്കോട്ടെ കഴിക്കാം. അങ്കിളെ ആൻറ്റി നമ്മൾ അല്പം റൊമാൻറ്റിക് ആവുന്നല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ദേവിക്ക് അതങ്ങ് വെച്ച് നീട്ടുക കേട്ടോ. ദേവി ആകെ പേടിച്ച് വിറച്ചും അത് പതിയെ ഒന്ന് വാതുറക്കണുണ്ടോ. എന്നിട്ടൊരു അല്പം കടിക്കണം. എന്നിട്ട് ആ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. കള്ളത്തരമാണല്ലോ പറയുന്നത്. ആനന്ദ് എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ സംസാരിക്കുന്നത്, ഉള്ളിലുള്ള കാര്യം മനസ്സിലാവുന്നില്ല. എന്നിട്ട് വീണ്ടും ആനന്ദ് പറയാം, ദേവി താനൊരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകുന്നു, ഞാനാണെങ്കിൽ അച്ഛനും ആവാൻ പോകുന്നു. എന്തൊരു സന്തോഷമല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇതുപോലൊരു സന്തോഷം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ താൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? നിന്റെ കണ്ണെന്താ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്? അവിടെ ഉദയഭാനു അവിടെ നിന്ന് പറയാം, മോനെ അത് അവരുടെ സന്തോഷം കൊണ്ടാണ്. പിന്നെ ശ്രീകല പറയാം, ദേവി ഒരു അമ്മയാവും പോവല്ലേ, ആ ഒരു സന്തോഷത്തിൽ കണ്ണ് നിറഞ്ഞതാ. ഓഹോ അത് ശരി. അപ്പോൾ ഇതാണല്ലേ ആനന്ദ കണ്ണീര്? ശരിക്കും ആക്കി വെച്ചങ്ങ് പറയാം കേട്ടോ ആനന്ദ്. പിന്നെ താനൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് പോയി റെഡിയാവുക, നമുക്ക് പോകണം ദേവമംഗലത്തേക്ക്. നിന്നെ അവിടെ വിളിച്ചുകൊണ്ട് ചെല്ലണ്ട, അച്ഛനും അമ്മയോട് കാത്തിരിക്കുകയാണ്. നമുക്കൊരു കുഞ്ഞുണ്ടാവാമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ ഏറ്റവും സന്തോഷം എൻ്റെ അച്ഛനും അമ്മയൊക്കെ, അവർക്ക് ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവാൻ പോവല്ലേ. പിന്നെ വീട്ടിൽ ആകാശനും മീനാക്ഷിയാണ് ആദ്യം കല്യാണം കഴിഞ്ഞത്. എന്നാൽ അവർക്ക് ഉണ്ടാകുന്നതിന് മുന്നേ നമുക്കാണല്ലോ കുഞ്ഞുണ്ടാവാൻ പോകുന്നത്, അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ദേവി നീയേ എന്നോട് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിരുന്നില്ലേ? ആനന്ദേട്ടാ അത് സാരിയില്ല, ഞാൻ ദേവിയെ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. അതിനൊക്കെ ദേവിക്ക് ദേവിയുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവില്ലേ. പക്ഷെ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇപ്പോൾ എന്താ നീ ഇപ്പോൾ ഒരു അമ്മയാവാൻ പോവില്ലേ, ഈ സമയത്ത്
ഈ സമയത്തല്ലേ ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനോട് അതുപോലെ തിരിച്ച് ഭർത്താവും ഭാര്യയോടും മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ദേവിയെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാ, നമുക്ക് ഇറങ്ങാം. തന്നെ സ്വീകരിക്കാൻ അവിടെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ മീനാക്ഷിയും അമ്മയും മിത്രയൊക്കെ. ഇനി താമസിക്കാൻ പറ്റത്തില്ല, അവിടെ എല്ലാവരും കാത്തിരിക്കാൻ നിന്നെ, പോയിട്ട് വാ. അങ്ങനെ വീണ്ടും വീണ്ടും പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ദേവി വിചാരിക്കേണ്ടത് ശരി പോയി ഇറങ്ങി വരാം. അപ്പം ഉദയഭാനു നേരെ ആനന്ദിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൻ എങ്ങനെയാണ് വന്നത്? ഞാൻ ബൈക്ക് പുറത്തുണ്ട്. അപ്പോൾ ശ്രീകല പറയാണ്, അയ്യോ ബൈക്കിലൊന്നും പറ്റില്ല. അതെന്താ? അല്ല, ഈ സമയത്തെ ബൈക്കിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. ഓ അങ്ങനെയുണ്ടല്ലേ. അയ്യോ, ഈ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ ദേവിക്ക് പറഞ്ഞു കൊടുത്തോളാം കേട്ടോ മോനെ. പിന്നെ ഗോമതി അവിടെ ഉണ്ടല്ലോ, എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഗോമതി പറഞ്ഞു കൊടുക്കുമല്ലോ. അത് ശരിയാ. പക്ഷേ എന്നാലും ഗർഭകാലത്ത് സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ അറിയാനായിട്ട് വിദഗ്ധമായ ഒരു അഭിപ്രായം നമുക്ക് തേടണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. അയ്യോ, അത് കേൾക്കുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാവരും കൂടെ അങ്ങ് ഞെട്ടിത്തരിക്കും കേട്ടോ. ഗൈനക്കോളജിസ്റ്റിനെയോ? ദൈവമേ, ഗർഭിണിയാണെന്ന് പോലും വിചാരിച്ചിട്ടല്ലല്ലോ ഇവരിത് പറഞ്ഞത്. പേടിച്ച് വിറയ്ക്കുകയാണ്. ദേവിയാണെങ്കിൽ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. അതോടുകൂടി ദേവിയുടെ കണ്ണിങ്ങനെ തള്ളി നിൽക്കുകയാണ്. അപ്പം തന്നെ ആനന്ദിന് വീണ്ടും മനസ്സിലായി ഇത് കള്ളത്തരമാണെന്ന്. എന്നിട്ട് ആണെന്ന് പറയാം, എന്തിനാ നിങ്ങളിങ്ങനെ പേടിച്ചിട്ടാണ്ട് നിൽക്കുന്നത്? ഒന്നും പേടിക്കണ്ട, ചെറിയൊരു ചെക്കപ്പ്. ഇവളെയും കൊണ്ട് ഞാൻ നേരെ പോകുന്നത് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്. അത് കഴിഞ്ഞിട്ടാണ് നേരെ ദേവമംഗലത്ത് പോവുള്ളൂ. പിന്നെ ഇവക്ക് എത്ര മാസമായെന്നറിയണ്ടേ, ഇവക്ക് എത്ര പോഷകാഹാരങ്ങളുടെ ആവശ്യം വേണം, പിന്നെ ആരോഗ്യം എങ്ങനെ, ഇതെല്ലാം നോക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തല്ലേ പോവേണ്ടേ. ആദ്യം അവിടെ പോയി കണ്ടിട്ടല്ലേ നമുക്ക് പോകണ്ടേ. ദേവി പെട്ടെന്ന് ഇറങ്ങിയിട്ട് വാ ദേവി, നമുക്ക് അവിടെ പോയിട്ട് വേണം നേരെ ദേവമംഗലത്ത് പോകാൻ. അവർ കാത്തിരിക്കുന്നുണ്ട്. നോക്കി നിൽക്കുന്ന എന്തിനാ നീ ഇങ്ങനെ? ചെല്ല്, പോയി ഇറങ്ങിയിട്ട് വരാൻ. ആനന്ദിങ്ങനെ നിർബന്ധിച്ചു കൊണ്ടേ ഇരിക്കുക കേട്ടോ. ദേവിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റണില്ല. പോയി ഡ്രസ്സൊക്കെ മാറി വരാനായിട്ട് ദേവി അകത്തേക്ക് കയറിപ്പോ. എന്നിട്ട് ഇവിടെ നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടെ പേടിച്ചരണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയൊരു കുഴിയിലേക്ക് വീണ് പോയിട്ടുണ്ട്, രക്ഷപ്പെടുത്താൻ പറ്റില്ല ദേവിയെ എന്ന് വിചാരിച്ച് പേടിച്ചിങ്ങനെ നിൽക്കാം. അപ്പം തന്നെ ആനന്ദ് ചെന്ന് ഉദയഭാൻ്റെ അടുത്ത് പറയാം, അങ്കിളെ ഒരു ആപ്പിളും കൂടി ഞാൻ തരട്ടെ? വേണ്ട. എന്നാൽ പിന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ആനന്ദ് ഒരു ആപ്പിൾ എടുത്ത് കാടിച്ച് മുറിച്ച് അങ്ങോട്ട് തിന്നണം കേട്ടോ. അങ്ങനെ ഇവർക്കത് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. അങ്കിളെ ഇതിനകത്ത് ഭയങ്കര ചൂടാ, ഞാനേ പുറത്ത് നിൽക്കാം കേട്ടോ, ദേവിയോട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയെന്ന ആനന്ദ് വീണ്ടും ഒന്നുകൂടെ അകത്തേക്ക് കയറി വന്നു ആപ്പിൾ ഇവരുടെ മുഖത്തേക്ക് നോക്കി ഒരു കടി കൂടെ കടിച്ചിട്ട് പറയാം, അങ്കിളെ ഇവിടെ നല്ല ചൂടാ, ഞാൻ പുറത്തേക്ക് നിൽക്കാം എന്നും പറഞ്ഞ് വീണ്ടും പോവാട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആകെ ടെൻഷനായി. അയ്യോ എൻ്റെ ഉദയഭാനു ചേട്ടാ, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? കുടുങ്ങിപ്പോയല്ലോ എൻ്റെ ദേവി. എടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ദേവിയാണെങ്കിൽ മേളിലേക്ക് പോയിട്ട് ഈ സമയത്ത് നമ്മുടെ ഗോമതി കാത്തിക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. ഇങ്ങനെ ഇവരെപ്പോൾ വരും എന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് നമ്മുടെ മിത്ര ആരതി ഒഴിയാനുള്ള തട്ടമൊക്കെ കഴുകി എടുത്തിട്ട് വരുവാ കേട്ടോ. അങ്ങനെ മീനാക്ഷിയും മിത്രയും കൂടെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷത്തിലാണല്ലോ അമ്മ. ഇതുവരെ കണ്ടതില്ലല്ലോ. ഇങ്ങനെ ഇവർ കാത്തു നിൽക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് പായസമൊക്കെ വെച്ചിട്ടുണ്ട് മീനാക്ഷി. എന്നിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഗോമതിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മധുരം ഉണ്ടോ നോക്കാനും ഒക്കെ ആയിട്ട് ഗോമതിയുടെ അടുത്ത് കൊണ്ടുവരും കേട്ടോ. അമ്മ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറച്ചുകൂടെ മധുരം വേണമായിരുന്നു. അങ്ങനെ മിത്രയും പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ മധുരം വേണം ചേച്ചിന്നും. അങ്ങനെ എന്നാൽ പിന്നെ കുറച്ച് മധുരം ഇട്ടേക്കാം. അങ്ങനെ നിൽക്കാൻ. അപ്പോൾ ഫോണിലിങ്ങനെ എന്തോ നോണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഗോമതി. ആ സമയത്ത് കയ്യിലൊരു പുതിയ സ്വർണ്ണവള കിടപ്പുണ്ട്. അപ്പോൾ മീനാക്ഷി അത് കണ്ടുപിടിക്കുക കേട്ടോ. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അയ്യോ അമ്മയുടെ കയ്യിൽ ഇത് വള പുതിയ വളയാണോ? അലമാരയില്ലേ ലോക്കറിൽ വെച്ചിരുന്നതാ. അത് ശരി. പ്രഗ്നൻ്റായ മരുമകളെ സ്വീകരിക്കുമ്പോൾ അമ്മായിയമ്മ ഒരു വള കൂടുതലിടണോ നിയമം വല്ലതുണ്ടോ? ഇത് എന്തിനാടി ഞാനെടുത്തിട്ടേ നിങ്ങൾക്കറിയോ? അപ്പച്ചി പറയാം, ഞങ്ങളെങ്ങനെ അറിയാനെന്ന് മിത്ര. ഇത് ദേവി മോൾക്കുള്ളതാ. ആണോ? ഈ വള ഇട്ട് വേണം ഇങ്ങോട്ട് സ്വീകരിക്കാൻ. അത് ശരി. അല്ല, ഇങ്ങനൊരു ആചാരത്തെക്കുറിച്ച് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ. ഗർഭിണിയായ മരുമകളെ വിളിക്കുമ്പോൾ സ്വർണ്ണ വള ഇടണമെന്നൊക്കെ. ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള ആചാരങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ആർക്കും അറിയില്ലെന്നേ ഉള്ളൂ. അമ്മ അതിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേ, നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ആചാരം വേറെ ആരും ഉണ്ടാക്കിയെന്നല്ല. ചിരിയണ്ടില്ലേ കള്ളത്തരം പറയണതും. എടിയും മുത്തശ്ശി എന്ന് വിളിക്കാൻ വേണ്ടി അവൾ എനിക്കൊരു പേരെക്കുട്ടി തരുമല്ലേ, ആ സന്തോഷത്തിന് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഈ ഒരു സ്വർണ്ണവള എൻ്റെ പേരക്കുട്ടിക്ക് സമമാവില്ല, എന്നാലും
അവളിവിടെ വരുമ്പോൾ അവളുടെ കയ്യിലേക്ക് എനിക്ക് ഇട്ട് കൊടുക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ മീനാക്ഷിക്ക് സന്തോഷമാവുന്നുണ്ട്. അമ്മേ, വളരെ നല്ല കാര്യം. അമ്മയാവാൻ പോകുന്ന സ്ത്രീയോട് മറ്റൊരു അമ്മ കാണിക്കുന്ന റെസ്പെക്റ്റാണിത്. നല്ല കാര്യം തന്നെ. പിന്നെ ഞാൻ 2 വള കൂടെ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിലിടാനാണ്. അതിനുള്ള സമയം നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി കേട്ടോ. അങ്ങനെ 2 പേരും കൂടെ നാണത്തോട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവളെയൊക്കെ 2 നാണം കണ്ടില്ലേ. അമ്മ ഒന്ന് പോയേ എന്ന് പറഞ്ഞു മീനാക്ഷി. ഈ ചില സമയത്ത് അപ്പച്ചിട്ട് ഒരു നാക്കേ എന്ന് പറഞ്ഞു മിത്ര. അപ്പോൾ ഉടനെ ഗോമതി പറയും, പിന്നെ ഒട്ടകപ്പക്ഷി മുട്ടയിട്ടിട്ടാണോ നിങ്ങളൊക്കെ ഉണ്ടായത്? ഈ അമ്മയുടെ ഒരു കാര്യം എന്നും പറഞ്ഞാൽ അവരങ്ങനെ കളിയൊക്കെ പറഞ്ഞിരിക്കട്ടെ. അങ്ങനെ ആനന്ദ് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഒരുപാട് സമയമായി ദേവി ഇറങ്ങി വരുന്നത്. എന്താ ഇത്ര താമസിക്കുന്നത്? അങ്ങനെ ദേവി ഡ്രസ്സൊക്കെ മാറി താഴോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പോൾ ഉടനെ ഉദയഭാനും ശ്രീകലയും കൂടെ പോയി ചോദിക്കുന്നുണ്ട്, എടി നീ എങ്ങോട്ടായി ഡ്രസ്സ് മാറി പോകുന്നത്? ആനന്ദേട്ടൻ വിളിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഒരു കാരണവശാലും നീ ആനന്ദിൻ്റെ കൂടെ പോവല്ലേ? അവൻ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അവിടെ പോയി ചെക്കപ്പ് നടത്തിയാൽ ആകെ കുളമാവും. അപ്പോൾ ദേവി പറയാം, കാര്യങ്ങളൊക്കെ ഇതുവരെ കൊണ്ടുവച്ചത് നിങ്ങൾ 2 പേരും കൂടെ അല്ലേ? എന്നെ രക്ഷിക്കാനായിട്ടല്ലേ നിങ്ങളത് ചെയ്തത്? ഇപ്പം എന്തേ എന്നെ രക്ഷിക്കാൻ നിങ്ങളുടെ കയ്യിൽ കുന്ത്രവും തന്ത്രങ്ങളും ഒന്നുമില്ലേ? പറ. 2 പേരുടെ നാവെന്താ അങ്ങ് ഇറങ്ങിപ്പോയോ? ശ്രീകലയും ഉദ്യമാനും ആകെ പെട്ടെന്ന് നിൽക്കാൻ കേട്ടോ. ഈ അവസ്ഥയിലുള്ള എന്നെ രക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കൊന്നും ഇല്ലേ അച്ഛാ? മോളെ, ആനന്ദ് നിന്നെ ദേവമംഗലത്തിൽ കൂട്ടിക്കൊണ്ടു പോകും എന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്? ഇതിങ്ങനെയാവും ഞങ്ങൾ വിചാരിച്ചോ? അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല ബുദ്ധിയുള്ളതെന്ന് ഇപ്പം മനസ്സിലായോ? മോളെ, നീ ഒരു കാര്യം ചെയ്യ്. നീ പെട്ടെന്നങ്ങ് ബോധം കെട്ട് വീഴും. അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞാലേ യാത്ര ചെയ്യാൻ പറ്റൂലെന്നും എങ്ങനെയെങ്കിലും പറഞ്ഞ് ആനന്ദിനെ ഒഴിവാക്കാം. എൻ്റെ അമ്മയെ, ആനന്ദേട്ടനെ അങ്ങനെ മണ്ടനാക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ ആനന്ദേട്ടൻ എന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. അത് തീരുമാനിച്ചിട്ട് തന്നെയാണ് ആനന്ദേട്ടൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പായി. എൻ്റെ കുഞ്ഞിനെ വെച്ചൊരു നാടകം കളിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് 2 പേരോടും എത്ര തവണ ഞാൻ പറഞ്ഞു, കേട്ടോ? ഇല്ല. ഇപ്പം എന്തായി പറ. നിങ്ങൾ 2 പേരും അത് കേട്ടോ? ഇല്ലല്ലോ. എന്നിട്ട് അനുഭവിക്കുന്ന അത്രയും ഞാൻ. ഇതോടുകൂടി എല്ലാം തീർന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗർഭിണിയല്ല എന്നുള്ള സംശയം ആനന്ദേട്ടൻ മനസ്സിലാക്കും. തീർന്നല്ലോ അതോടുകൂടി. ഇത്രയും നാൾ നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ ഇനി എങ്ങനെ പറ്റും പറ? ഇത്രയും നാൾ ഞാൻ ചെയ്ത കള്ളത്തരങ്ങളെല്ലാം ആനന്ദേട്ടൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു കള്ളത്തരം ഇത് ആനന്ദേട്ടനല്ല, ഇനി ഒറ്റ മനുഷ്യരും ക്ഷമിക്കില്ല. അത് എനിക്ക് നന്നായിട്ടറിയാം. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശാപം പിടിച്ച ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. സാരമില്ല. പക്ഷേ ഇന്നത്തേക്കുമായി എൻ്റെ കുടുംബം തീർന്നു. എൻ്റെ ആനന്ദേട്ടനെ എനിക്ക് നഷ്ടപ്പെടുന്ന ദിവസം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും മീനാക്ഷിയും മിത്രയും എല്ലാവരും, ആ കുടുംബത്തിലെ എല്ലാം തകർന്നു. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ആ വീടും ഒക്കെ. നിങ്ങൾക്ക് സമാധാനമല്ലേ? തീരട്ടെ, എല്ലാം തീരട്ടെ. എനിക്കും ഇതോടുകൂടി അവസാനിക്കുമല്ലോ. പക്ഷേ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും എനിക്ക് ഒരു ദേഷ്യമില്ല. എൻ്റെ ജീവിതം ഇത്രത്തോളം നശിപ്പിച്ചിവിടെ എത്തിയത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. പക്ഷേ അച്ഛനോട് എനിക്കൊരു ദേഷ്യമില്ല. എന്താണെന്നറിയോ? എനിക്കില്ലാത്തത് ഗതികെട്ട് പോയൊരു മനുഷ്യൻ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന് നോക്കിയ അവസാനത്തെ ശ്രമങ്ങളായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അച്ഛനോട് ദേഷ്യമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. അച്ഛൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് അച്ഛനെ ആരൊക്കെയോ ചേർന്ന് ചതിച്ചു. അതെല്ലാം സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി പിന്നീട് ജീവിക്കേണ്ടതിന് പകരം ഒരു തെറ്റും ചെയ്യാതെ സാധുക്കളുടെയും മനുഷ്യരുടെയും ഒക്കെ ജീവിതം ഒരു വാശി തീർക്കുമ്പോൾ ഇത്രയും നാൾ അച്ഛൻ തകർക്കുമായിരുന്നല്ലോ. അതിൽ ഞാനും ഉൾപ്പെട്ടു. ഞങ്ങളെല്ലാവരും അത്രയേ ഉള്ളൂ. പക്ഷേ ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമെന്നാണ്. പക്ഷേ എൻ്റെ അമ്മ കുറച്ചുകൂടി നല്ലതായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനൊരു തെറ്റായ വഴിക്ക് പോവില്ലായിരുന്നു. അങ്ങനെ നേർവഴിക്ക് എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ നടത്തിയിരുന്നെങ്കിൽ എല്ലാവരും രക്ഷപ്പെട്ടനായിരുന്നു. ഞാൻ ഉൾപ്പെടെ. എൻ്റെ ജീവിതവും ഇത്രത്തോളം ആവില്ലായിരുന്നു. ഞാനും രക്ഷപ്പെട്ടു. എനിക്കും ഒരു കുടുംബമായി നല്ല രീതിയിൽ ഞാനും ഇങ്ങനെ ജീവിക്കുമായിരുന്നു. എല്ലാം നിങ്ങൾ കാരണം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവി അങ്ങ് ശരിക്കും തകർന്ന് കരഞ്ഞ് നിൽക്കുക. എപ്പിസോഡിൽ തീരുക. ടീച്ചറുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.